കാര്യമനുസരിച്ച് ഭദ്രദീപം തെളിയിക്കുന്നതായി ഡോക്ടർ മനോജ്. കമ്മിറ്റി കൺവീനർ ശ്രീ MGS പണിക്കർ, അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നു ശ്രീ നല്ലതമ്പി. ഹിന്ദുദർശന സുവർണ സൗധത്തിൻ്റെ കനകത്താഴികക്കുടം ബ്രഹ്മമാണെന്നും അത് ഉറപ്പിച്ചിരിക്കുന്നത് ധർമ്മമെന്ന സുസ്ഥിരവും സുദൃഢവുമായ അസ്ഥിഭാരത്തിന്മേൽ പടുത്തുയർത്തിയിട്ടുള്ള സ്നേഹമെന്ന മഹാസ്തംഭത്തിന് മുകളിലാണെന്നുമുള്ള സത്യം തിരിച്ചറിഞ്ഞ് അത് പ്രചരിപ്പിച്ച പ്രപഞ്ചസ്നേഹിയും ഭാരതീയ ആധ്യാത്മിക വിഹായസിലെ അഭൗമ ജ്യോതിഷം പ്രബുദ്ധ കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരിൽ അഗ്രഗണ്യനുമായ ആരാധ്യനായ നമ്മുടെ ആധ്യാത്മിക ആചാര്യൻ പരമപട്ടാരഭരഗുരു വിദ്യാധിരാജ തീർത്ഥപാദ കുഞ്ഞൻപിള്ള ചട്ടമ്പി സ്വാമി തിരുവടികളുടെയും മാതൃസമുദായത്തെ പുരോഗമനത്തിന്റെ ഗൗരീശങ്കര ശിഖരങ്ങളിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം സമ്പൂർണമായും സമർപ്പിച്ച കേരള ചരിത്രത്തിലെ തന്നെ പ്രോജ്വല ഇതിഹാസ താരവും ഭാരതത്തിന്റെ പ്രതിഭയുടെ പ്രതീകവുമായിരുന്ന പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്ന പ്രതിഭാമയനും പ്രഭാമയനുമായിരുന്ന പരമപൂജനീയനായ നമ്മുടെ സമുദായാചാര്യൻ ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെയും പരമപവിത്രങ്ങളായ പാദാരവിന്ദങ്ങളിൽ ആദ്യമായി എൻ്റെ വിനീത പ്രണാമങ്ങൾ. ആ പുണ്യാത്മാക്കളുടെ ആ ധന്യാത്മാക്കളുടെ അനുഗ്രഹ സുവർണമയൂഖങ്ങൾ ഈ സദസ്സിനെ സമ്പൂർണമായും പ്രഭാപൂരമാക്കട്ടെ, സർവ്വ ഐശ്വര്യ സമ്പൂർണമാക്കട്ടെ എന്ന് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സൗത്ത് ചെന്നൈ കരയോഗം ഒരുക്കിയിട്ടുള്ള ഈ ഓണാഘോഷ പരിപാടിയിൽ സംബന്ധിക്കുവാനും നിങ്ങളെയൊക്കെ കാണാനും ഉപദ്രവിക്കാനും ചില പുതിയ കുറേ മുഖങ്ങളെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞതിൽ എനിക്ക് അനൽപമായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ പരിപാടിയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുന്നതിന് സന്മനസ് കാണിച്ച നിങ്ങൾക്ക്, പ്രത്യേകിച്ച് നിരന്തരമായി എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ശ്രീ MGS പണിക്കർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്, ഇതിൻ്റെ കൺവീനർ, അദ്ദേഹത്തിന് എൻ്റെ കൃതജ്ഞതയുടെ പുതുപൂച്ചെണ്ടുകൾ സവിനയം സസ്നേഹം ഞാൻ സമർപ്പിക്കുന്നു. കർക്കിടക കണ്ണീരൊന്ന് തോർന്നാൽ മലയാളി മനസ്സുകളിൽ ചിങ്ങപ്പുഞ്ചിരി വിരിയുകയായി. മാവേലി തമ്പുരാൻ നാട് കാണാൻ വരുന്ന മാനം നറുനില പാലാഴിയായി മാറുന്ന മണ്ണിലും വെണ്ണിലുമൊക്കെ പൂക്കൾ ചിരിക്കുന്ന കാലമാണ് ഓണക്കാലം. അതുപോലെ സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും സമഭാവനയുടെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ പ്രതീകമാണ്. അതിന്റെയൊക്കെ മധുര സ്മരണകൾ ഉണർത്തുന്നതാണ് ഓണക്കാലം. തുമ്പയും തുമ്പിയും തുളസിയും പൂന്തിങ്കളും പുലിക്കളിയും പൂക്കളവും ഉത്രാടപൂജയും ഓണത്തപ്പനും ഓണസദ്യയും ഓണനിലാവും ഓണത്തല്ലും മറ്റും ഓർമ്മയിലേക്ക് ഓടിയെത്തി മറുനാടൻ മലയാളികളായ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഗ്രഹാതുരത്വം ഉണ്ടാക്കുന്നതാണ് ഓണക്കാലം. നിറപുഞ്ചിരിയുമായി വിരുന്നെത്തിയ മാവേലി മന്നനെ വരവേറ്റതിന്റെ ചാരിതാർത്ഥ്യവുമായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്പം വൈകിയാണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഓണാശംസകള്. സദ്വികാരങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ പൂക്കളമൊരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രജാക്ഷേമ തൽപരനായിരുന്നു, ത്രൈലോക്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന മഹാബലി തമ്പുരാൻ. അദ്ദേഹം കേരളത്തിന്റെ മാത്രം ചക്രവർത്തിയായിരുന്നില്ല, ത്രിലോകങ്ങളുടെയും ചക്രവർത്തിയായിരുന്നു. എന്താ ത്രിലോകങ്ങള്? ഭൂമി, താഴെ ഒരു പാതാളം, മോളിലൊരു സ്വർഗം. ഈ ത്രിലോകങ്ങളുടെയും ചക്രവർത്തിയായിരുന്നു മഹാബലി തമ്പുരാൻ.
അദ്ദേഹത്തിന്റെ സമത്വസുന്ദരവും സമൃദ്ധ സുരഭിലവും ക്ഷേമൈശ്വര്യ സമ്പൂർണവുമായിരുന്ന ഭരണകാലത്തെക്കുറിച്ച് കള്ളവും ചതിയുമില്ലാതിരുന്ന, പൊളിവചനങ്ങളില്ലാതിരുന്ന, കള്ളപ്പറയും ചെറുനാടിയുമില്ലാതിരുന്ന, ബാലമരണങ്ങളില്ലാതിരുന്ന, കാപട്യ കണ്ടകമില്ലാതിരുന്ന, ഹൃദയശൂന്യതയില്ലാതിരുന്ന ആ സുവർണകാലത്തെ അനുസ്മരിക്കുന്നതിനും അത്തരമൊരു രാഷ്ട്ര വ്യവഹാര വ്യവസ്ഥയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്നതിനും അതിനുവേണ്ടി യത്നിക്കാനുള്ള ഊർജം ആവാഹിക്കലുമാണ് ഓണാഘോഷത്തിന്റെ ഉദാത്തമായ ദൗത്യം. ഓണം ആഘോഷിക്കുമ്പോൾ മഹാബലിയുടെ തത്വം എന്തെന്ന് അറിയുന്നതിനും, അല്ലാതെ ഒരു നല്ല നീതിമാനായ മഹാബലിയെ അതിദുഷ്ടനായ മഹാവിഷ്ണു ചവിട്ടി, അതായത് ഏറ്റവും നികൃഷ്ടമായ നിലയിൽ കാലുകൊണ്ട് ചവിട്ടി പാതാളത്തിലോട്ട് അയച്ചു എന്നൊക്കെ പറയുന്ന വികൃതമായ കഥകളല്ല ഇതിന്റെ പിന്നിലുള്ളത്. ആ മഹാബലി ആരെന്നറിയുന്നതിനും ആ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാഷ്ട്ര വ്യവഹാരത്തിന് വേണ്ടി യത്നിക്കുകയും കൂടിയാണ് ഓണം ആഘോഷിക്കുമ്പോൾ നമുക്ക് നിർവഹിക്കുവാനുള്ളത് എന്ന യാഥാർത്ഥ്യം മലയാളികൾ മനസ്സിലാക്കണം. അത് മറക്കാതിരിക്കണം. ഓണത്തിന്റെ ഐതിഹ്യം നിങ്ങൾക്കൊക്കെ അറിയുന്നതിന് മുമ്പ് ആ കഥ നിങ്ങളൊക്കെ കേട്ടിരിക്കും. നർമ്മദാ നദിയുടെ തീരത്ത് മഹായജ്ഞം നടത്തിക്കൊണ്ടിരുന്ന മഹാബലിയുടെ മുമ്പില് വാമനവേഷധാരിയായ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടതും 3 അടി മണ്ണ് ചോദിച്ചതും, എന്നിട്ട് അവസാനം എന്ത് പറ്റി? പാതാളത്തിലോട്ട് ചവിട്ടിത്ത. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ കഥ ശരിക്കും പറഞ്ഞാല് നമ്മളൊന്ന് വിശകലനം ചെയ്ത് അതിലെ കാമ്പറിയാൻ ശ്രമിക്കണം. ആരാണ് മഹാബലി? അതിലെത്തുന്നതിന് മുമ്പ് ഇതിലൊരു പിന്നാമ്പറമുണ്ട്. ആ പിന്നാമ്പറം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്ന തരത്തില് പരാജിതരുടെ ചക്രവർത്തിയാണ് മഹാബലി എന്ന് പറയുന്നതിന്റെ കാരണം ഈ പിന്നാമ്പറം അറിയാത്തതുകൊണ്ട്. നിങ്ങൾക്കറിയായിരിക്കും, ഭാരതവർഷത്തിന്റെ ശ്രേഷ്ഠരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിത്തട്ട് പാർത്തു കണ്ടറിഞ്ഞവർ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ അടിത്തട്ട് വരെ കണ്ടറിഞ്ഞ അപാര ജ്ഞാനത്തിന്റെ നിറകുടങ്ങളായിരുന്ന പണ്ഡിതാഗ്രേസരന്മാരായിരുന്ന ജ്ഞാനവൃദ്ധന്മാര് അവര് പകർന്നു നൽകിയ അമൂല്യമായ ജ്ഞാനമുണ്ട്. അതാണ് നമുക്ക് വേദങ്ങളുടെ രൂപേണ നമ്മുടെ കയ്യിൽ വന്നത്. ആ വേദങ്ങളൊക്കെ ഉണ്ടായി. നിങ്ങൾക്കറിയാം, 4 വേദങ്ങളില്ല. 4 വേദങ്ങളുണ്ടായി, 4 ഉപവേദങ്ങളുണ്ടായി. അത് 4 വേദങ്ങൾ എന്താണെന്ന് അറിയാലോ? അറിയാം. 4 ഉപവേദങ്ങൾ ഏതാണെന്ന് അറിയാലോ? അറിയാം. അത് കഴിഞ്ഞ് 6 ശാസ്ത്രങ്ങളുണ്ടായി. ഈ 4 വേദങ്ങളും 4 ഉപവേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഉണ്ടായി കഴിഞ്ഞപ്പോഴും വേദം വ്യസിച്ച മുനിമോദം വരാഞ്ഞ്, അതായത് ശ്രീമഹാഭാഗവതത്തില് എഴുതിയിട്ടുണ്ട്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? കൗതൂഹലം മനസ്സി മറ്റൊന്നിലിത്ര നഹി വേദാന്തസാരമിതു കേൾക്കുണ്ടു ഭാഗവതം. വേദം വ്യസിച്ച മുനിക്ക് മോദം വരാഞ്ഞ്. ഹി വാസ് നോട്ട് ഹാപ്പി, ഹി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. എന്താ കാരണം എന്നറിയോ? ഈ വേദങ്ങളുടെ ഗഹനത കൊണ്ട്, the gravity and seriousness of Vedas, it was not reaching. ഈ വേദങ്ങളുടെ ഗ്രാവിറ്റി കൊണ്ട്, അതിന്റെ ഗഹനത കൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ആർക്കു വേണ്ടിയാണോ വേദങ്ങൾ ഉണ്ടാക്കിയത് അവരിലേക്ക് ഇത് എത്തുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് 18 പുരാണങ്ങൾ ഉണ്ടായത്. ആ 18 പുരാണങ്ങളില് ഏറ്റവും പ്രശസ്തമാണ് പത്മാദി പുരാണങ്ങളുള്ളവയെല്ലാറ്റിലും നല്ലതു ഭാഗവതമെന്നല്ലോ ചൊല്ലിക്കേൾപ്പൂ. ആ വേദതത്വങ്ങൾ ഏറെ സന്നിവേശിപ്പിച്ചിട്ടുള്ള മഹത് ഗ്രന്ഥമാണ്. കഥാരൂപേണ വേദതത്വങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നടത്തിയ ആ ശ്രമത്തിന്റെ ഭാഗമാണ് 18 പുരാണങ്ങൾ. അതാണ് ഇതിന്റെ പിന്നാമ്പുറം. അപ്പോ ഈ പറയുന്ന മഹാബലിയുടെ കഥയിലൂടെ ഒരു മഹത്തായ തത്വമാണ് വേദം വ്യസിച്ച മുനി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചത്. അതെന്താണ് തത്വമെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ വിജയത്തിന്റെ തമ്പുരാനാണ് മഹാബലി എന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. പരാജയത്തിന്റെ തമ്പുരാനല്ല. ആരാണ് മഹാബലി? ബലി ആരാ?
ബലി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബലിപ്പെരുന്നാൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താ ബലി? ബലി എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ്. ബലി എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ്. മഹത്തായ മഹാബലി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് സാക്രിഫൈസ്. ഗ്രേറ്റ് സാക്രിഫൈസ് എന്നാണ് മഹാബലി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. ആ ഗ്രേറ്റ് സാക്രിഫൈസിനെയാണ്, മഹത്തായ ത്യാഗത്തിനെയാണ് ആരാണ്? വാമനൻ. വാമനൻ ആരാണ്? അതായത് സാക്ഷാൽ മഹാവിഷ്ണു. മഹാവിഷ്ണുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. 3 ഈശ്വരന്മാരുണ്ട്. 3 ഈശ്വരന്മാരാണ് ഗോഡ്. ജനറേറ്റർ, ഓർഗനൈസർ ആൻഡ് ഡിസ്ട്രോയർ. GOD. ആ GODയിലെ ഓർഗനൈസ്, സുസ്ഥിര, പ്രപഞ്ചത്തിന്റെ സുസ്ഥിരത, സ്ഥിതിയുടെ ദേവനാണ് മഹാവിഷ്ണു. ആ സ്ഥിതിയുടെ ദേവനായ മഹാവിഷ്ണു ത്യാഗത്തിന്റെ തമ്പുരാനായ മഹാബലിയാണ് ഭൂമണ്ഡലത്തിന്റെ അടിയിലുള്ള പാതാളത്തിലേക്ക് പാദസ്പർശം, അനുഗ്രഹത്തിലെ ഏറ്റവും വിശിഷ്ടമാണ് പാദസ്പർശ അനുഗ്രഹം എന്ന് പുരാണം പറയുന്നു. അല്ലാതെ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത്. പാദസ്പർശം ചെയ്ത് അനുഗ്രഹിച്ച് ഈ ഭൂമണ്ഡലത്തെ താങ്ങി നിർത്തുന്നതിന് വേണ്ടി ഭൂമണ്ഡലത്തിന്റെ അടിയിലേക്ക് പറഞ്ഞ് അനുഗ്രഹിച്ചയക്കുകയാണ് ചെയ്തത്. ഇതിന്റെ അർത്ഥം ഈ ഭൂമണ്ഡലത്തെ താങ്ങി നിർത്തുന്നത് ആരാണ്? ത്യാഗമാണ്, സാക്രിഫൈസ് ആണ്. എവിടെ സാക്രിഫൈസ് ആണ് ഭരിക്കുന്നത്? ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ഇഫ് യു വാണ്ട് ടു ബി ആൻ അച്ചീവർ, you should be ready for sacrifice. If you are doing the governance of the corporate or public, you should know the secret of the success. That is sacrifice. ആ സാക്രിഫൈസിനെയാണ്, അതെവിടെ വാഴുന്നുവോ അവിടെ ക്ഷേമം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. അതെവിടെ വാഴുന്നില്ലയോ അവിടെ അഴിമതി ഉണ്ടാവും, സ്വജനപക്ഷപാതം ഉണ്ടാവും, കള്ളമുണ്ടാവും, കൊള്ളയുണ്ടാവും, കൊലയുണ്ടാവും. ക്ഷാമവും കൊള്ളയും ഒക്കെ ഉണ്ടാകാതിരിക്കാനാണ് മഹത്തായ ത്യാഗമെന്ന മഹാബലിയെ സ്ഥിതിയുടെ ഈശ്വരനായ മഹാവിഷ്ണു, കരുണാസാഗരമായ മഹാവിഷ്ണു പാദസ്പർശം ചെയ്ത് അനുഗ്രഹിച്ച് ഭൂമിയുടെ അടിയിലെ പാതാളത്തിന്റെ ചക്രവർത്തി അദ്ദേഹം തന്നെയാണ്. അവിടേക്കാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. ത്യാഗം നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. ഇതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞത്. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് ദ സൺ, യു ഹാവ് ടു ബേൺ ലൈക്ക് ദ സൺ. ഇഫ് യു കനോട്ട് ബേൺ ലൈക്ക് ദ സൺ, യു കനോട്ട് ഷൈൻ ലൈക്ക് ദ സൺ. ആ ത്യാഗത്തിന് നിങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ അച്ചീവ്മെന്റ് ലൈഫിൽ ഉണ്ടാകൂ. ഈ മഹത്തായ വേദരഹസ്യമാണ് മഹാബലിയിലൂടെ നമുക്ക് മുന്നിൽ പകർന്നു നൽകുന്നത്. ഒരു മാതൃകാ ഭരണത്തിന്റെ മകുടോദാഹരണമായ മഹാബലിയിലൂടെ ത്യാഗനിർഭരമായ ജീവിതവും അപ്രകാരമുള്ള ഒരു രാഷ്ട്ര വ്യവഹാര പ്രേരണയുമാണ് നമുക്ക് സംഭാവന നൽകുന്നത്. ഈ ത്യാഗത്തിന്റെ മഹത്വം ജനമനസ്സുകളിൽ ഊട്ടിയുറപ്പിക്കുന്നതിനാണ് ത്യാഗത്തിന്റെ തമ്പുരാനായ മഹാബലി എല്ലാ വർഷവും മുറതെറ്റാതെ നിറപുഞ്ചിരിയുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ മഹത്തായ ഒരു സംസ്കാരത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓണാഘോഷം. ഇതൊക്കെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള സമ്പന്നധന്യമായ സാംസ്കാരിക പൈതൃകത്തിന്റെ ഉടമസ്ഥാവകാശമുള്ളവരാണ് നായർ സമുദായാംഗങ്ങള്. 4 കെട്ടിന്റെയും 8 കെട്ടിന്റെയും 16 കെട്ടിന്റെയും ഒക്കെ നാഥരായി നാടുവാഴികളായിരുന്ന അടർക്കളത്തിൽ ചോര ചിന്തി നാടുകാത്ത ശൂരരാണ് സാമൂഹ്യ സാംസ്കാരിക നായകന്മാരും പടനായകന്മാരുമായിരുന്ന നായകന്മാരെന്ന് പറയുന്ന നായന്മാര്. അവരെ ഒരു കാലത്ത് നാടുവാഴികളായിരുന്നു, ജന്മികളായിരുന്നു, തമ്പുരാക്കന്മാരായിരുന്നു, പ്രമാണികളായിരുന്നു, പ്രതാപികളായിരുന്നു. ഒരുമയോടും പെരുമയോടും കരുണ തീർത്ത ധാരകോരി കേരളം മെനഞ്ഞെടുത്ത നവകേരള ശില്പികളാണവർ. അവരുടെ ജീവിതക്രമങ്ങളാണ് കാലാന്തരത്തില് കേരളീയ സംസ്കൃതിയുടെ അടിത്തറ പാകിയത്.
കേരളത്തിന്റെ ഭൂമുഖത്ത് തിളങ്ങിക്കത്തുന്ന നിലവിളക്കെന്ന് പറയുന്ന സർവാദരണീയമായ കേരള സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ മുന്തി നിൽക്കുന്നത് നായർ സംസ്കാരമാണ്. നായർ സംസ്കാരത്തിന്റെ മുഖമുദ്രകളായിരുന്ന ഒട്ടേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിട്ടവട്ടങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പലതും കടപുഴകി ഈടുറ്റ പലതിന്റെയും വേരറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ തുടർന്നാൽ നൂറ്റാണ്ടുകൾ ചോരയും നീരും നൽകി കാത്തു സൂക്ഷിച്ചു വരുന്ന നമ്മുടെ സാംസ്കാരിക സമ്പത്തിൽ അവശേഷിക്കുന്നത് കൂടി അന്യം നിൽക്കാൻ ഇനി കാലമേറെ വേണ്ട. അതായത് നായന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുളികുടി മുതല്, പുളികുടി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് ഒരു കുഞ്ഞ് ഗർഭത്തിലിരിക്കുമ്പോൾ നടത്തുന്നതാണ് പുളികുടി. ആ പുളികുടി മുതല് പുലകുളി വരെയുള്ള നായരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നമ്മൾ വിശകലനം ചെയ്താല് അതിൽ മുന്തിയ പക്ഷവും ശാസ്ത്രയുക്തിയുള്ളതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും എന്ന് കരുതി ഞാൻ ഇയാൾ പറയുന്ന എല്ലാം സത്യമാണെന്നൊന്നുമല്ല. അനാചാരങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല, ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലെന്ന് പറയുന്നില്ല. അതായത് കൃഷി ഇറക്കുന്ന കർഷകനറിയാം കൃഷി ചെയ്തിട്ടില്ലേ, വിളവിറക്കിയാൽ വിളവിനോടൊപ്പം അല്പം കളയും വളരുമില്ലേ. അപ്പോ സമയാസമയങ്ങളിൽ കളയെ പിഴുതു കളഞ്ഞ് വിളയെ സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ് കർഷകന്റെ ധർമ്മം. അതല്ലെങ്കിൽ എന്ത് പറ്റും? കള കയറി വിള പോയി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോ ശാസ്ത്രീയമായ ആചാരങ്ങളെ, ശാസ്ത്രയുക്തിയുള്ള ആചാരങ്ങളെ കണ്ടറിഞ്ഞ് അത് നമ്മുടെ നിത്യജീവിതത്തിൽ ശീലിക്കുകയും പാലിക്കുകയും ചെയ്യണം. ശാസ്ത്രയുക്തിയുള്ള ആചാരങ്ങളെ ധാരാളമുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ സന്ധ്യ നേരത്ത് വിളക്ക് കൊളുത്തുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. പണ്ട് കാലത്ത് വിളക്ക് കൊളുത്തുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ സന്ധ്യ നേരത്ത് സന്ധ്യനാമം ചൊല്ലുക എന്ന് പറയുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഈ കുങ്കുമപ്പൂവും പാദസ്വരവും ഒക്കെ ഉള്ള കാരണം നമുക്കതിനൊന്നും നേരമില്ല. അപ്പോ ഈ വിളക്ക് സന്ധ്യ നേരത്താണ് വിളക്ക് കൊളുത്തുക എന്ന് പറയുന്നത്. സന്ധ്യ ആരാ? സന്ധ്യ എന്താ? സന്ധ്യ എന്ന് പറഞ്ഞാല് സന്ധ്യ എന്ന് പറഞ്ഞാൽ സന്ധിക്കുന്ന നേരത്തിനെയാണ് സന്ധ്യ എന്ന് പറയുന്നത്. സന്ധിക്കുന്ന നേരം, ഇരുളും വെളിച്ചവും കൂടി സന്ധിക്കുന്ന നേരമാണ് സന്ധ്യ. ആ സന്ധ്യ നേരത്ത് എത്ര സന്ധ്യയുണ്ട്? സന്ധ്യ എത്രയുണ്ട്? 3 സന്ധ്യയുള്ളത്. 3 സന്ധ്യയുള്ളതില് ആദ്യത്തെ സന്ധ്യയാണ് പ്രഭാത സന്ധ്യ. കേട്ടിട്ടുണ്ടോ? പ്രഭാത സന്ധ്യ. രണ്ടാമത്തെ സന്ധ്യയാണ് മധ്യാഹ്ന സന്ധ്യ. മൂന്നാമത്തെ സന്ധ്യയാണ് പ്രദോഷ സന്ധ്യ. ഇങ്ങനെ 3 സന്ധ്യയുണ്ട്. ഈ പറയുന്ന സന്ധ്യ നേരത്ത് അന്തരീക്ഷം വിഷലിപ്തമായിരിക്കും എന്ന് ശാസ്ത്രജ്ഞാനമുള്ളവര് ഇന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തി അത് സമർത്ഥിച്ചിട്ടുണ്ട്. അന്തരീക്ഷം വിഷലിപ്തമായിരിക്കും സന്ധ്യനേരം, ഇരുളും വെളിച്ചവും കൂടി ചേരുന്ന സന്ധ്യനേരം. ആ സമയത്ത് എന്താ വിളക്ക് കൊളുത്തണമെന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഉണ്ട്. അതിനൊരു ശാസ്ത്രയുക്തിയുണ്ട്. ആ സമയത്ത് എള്ളെണ്ണയിലൊഴിച്ച് കത്തിക്കുന്ന വിളക്കിൽ നിന്നും വരുന്ന ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും ആ സമയത്ത് താളാത്മകമായി നടത്തുന്ന സന്ധ്യനാമങ്ങളും. പണ്ട് കാലത്ത് നമ്മൾ സന്ധ്യനേരത്ത് ഗ്രാമവീഥികളിലൂടെ നമ്മൾ നടന്നാൽ ശ്രവണമധുരമായ സന്ധ്യനാമങ്ങളും കേട്ട് നടക്കാൻ പറ്റുമായിരുന്നു, ഇല്ലേ സാറേ? പക്ഷേ ആ ശ്രവണമധുരമായ താളാത്മകമായ സൗണ്ട് എനർജി, ഹീറ്റ് എനർജി പ്ലസ് ലൈറ്റ് എനർജി പ്ലസ് സൗണ്ട് എനർജി, ഈ ഊർജ മിശ്രിതത്തിന് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞാനമുള്ളവര് ഇന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരത്ത് സന്ധ്യ നേരത്ത് വിളക്ക് കൊളുത്തണമെന്ന് പറഞ്ഞാല് അതിൽ കാര്യം, ദ പോസിറ്റീവ് വൈബ്രേഷൻ, the negativity what is prevailing in that environment will be abated and the positivity will be charged. അതിനുവേണ്ടിയാണ് സന്ധ്യ നേരത്ത് വിളക്ക് കൊളുത്തണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പലയിടത്തും
നായന്മാരുടെ മീറ്റിങ്ങുകളിലോ പോയി കഴിഞ്ഞാൽ 2 തിരിയിട്ട് വിളക്ക് കത്തിച്ച് വെച്ച് പറയും ഭദ്രദീപം കൊളുത്തിയെന്ന്. ഭദ്രം എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 തിരിയിട്ട് വിളക്ക് കൊളുത്തുമ്പോഴേ ഭദ്രദീപം ആവുള്ളൂ. അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുമ്പോൾ പലയിടത്തും നമ്മൾ വിളക്ക് കൊളുത്തുന്നത് വീടുകളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഒറ്റ തിരിയിട്ട് വിളക്ക് കത്തിക്കാറുണ്ട് പലയിടത്തും. 2 ഇന്നിപ്പോ ഇവിടെ കറക്റ്റ് ആയിട്ടാണ് ചെയ്തത്. 2 തിരിയിട്ട് ഇങ്ങനെ നമസ്തേ എന്ന് പറയുന്ന രീതിയിൽ തിരിയിട്ട് വേണം വിളക്ക് കൊളുത്താൻ. അതായത് ഒറ്റ തിരിയിട്ട് വിളക്ക് കൊളുത്തുന്നത് എപ്പോഴാണെന്നറിയോ? ദേഹി ദേഹമോട് വേർപെടുമ്പോ. അപ്പൊ മരിച്ചു കിടക്കുന്ന ശവത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തുമ്പോ ഒറ്റ തിരി മതി. അവിടെ ദേഹം മാത്രമേ ഉള്ളൂ, ദേഹിയില്ല. 2 തിരിയിട്ട് നമസ്തേ എന്ന് പറയുന്ന ഒരു സംസ്കാരം നമ്മുടെ പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ 2-3 പേരൊക്കെ നമസ്തേ പറഞ്ഞു, സ്വീകരിക്കായിരുന്നു. എന്താ ഈ നമസ്തേ എന്ന് പറഞ്ഞാൽ അറിയോ? നമസ്തേ എന്ന് പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന അദ്ദേഹവും ഞാനും തമ്മിൽ ഭേദമേതുമേയില്ല, രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്ന് ചൊല്ലുന്നത് അജ്ഞന്മാരല്ലോ. രാമായണത്തിൽ വായിച്ചിട്ടില്ലേ? അതായത് ജീവാത്മാവെന്നും പരമാത്മാവെന്നുമുള്ളത് കേവലം പര്യായ ശബ്ദങ്ങളെന്നറിയണം. ഭേദമേതുമേയില്ല. ഈ വന്നിരിക്കുന്ന അദ്ദേഹവും ഞാനും, നമ്മൾ രണ്ടും എന്റെ മനസ്സിൽ നമ്മൾ രണ്ടുപേരും ഒന്നാണ്. ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എങ്കിൽ ജീവാത്മാവും ഒന്നാണ്, നമ്മൾ രണ്ടുപേരും ഒന്നാണ് എന്ന മഹത്തായ ദ സിംബലൈസേഷൻ ഓഫ് ദാറ്റ്. ഒരാളിനെ നമസ്തേ പറഞ്ഞു സ്വീകരിച്ചാല് ഈ വരുന്ന അദ്ദേഹവും ഞാനും തമ്മിൽ നമ്മൾ രണ്ടും ഒന്നാണ് എന്ന മഹത്തായ കമ്മ്യൂണിക്കേഷൻ യു ആർ കംപ്ലീറ്റിംഗ് there. അപ്പോ ആ കുലുക്കലിലെ അർത്ഥമല്ല നമസ്തേ പറഞ്ഞാലേ. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? തത്വമസിയുടെ സിംബലൈസേഷൻ ആണത്. എന്താ തത്വമസി? അതായത് ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. മുഴുവൻ വേദവിദ്യയും ഒരു മഹാവാക്യത്തിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് തത്വമസി? തത്ത് അത്, ത്വം നീ, അസി ആകുന്നു. തത്വമസി മീൻസ് ദാറ്റ് ഈസ് യു, അത് നീ ആകുന്നു. ആര്? ആ ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലെ ഗർഭഗ്രഹത്തിലിരിക്കുന്ന സാക്ഷാൽ അയ്യപ്പനും നീയും തമ്മിൽ ഭേദമേതുമേയില്ല, രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്ന് ചൊല്ലുന്നത് അജ്ഞന്മാരല്ലോ. പക്ഷെ അതിനൊരു കാര്യമുണ്ട്. അതിന് സാക്ഷാൽ അയ്യപ്പനാകണമെങ്കിൽ എന്തു വേണം? ബഹുജന്മാർജിത കർമ്മങ്ങളുടെ മുഴുവൻ ഇരുമിടിക്കെട്ടും ശിരസിലേന്തി കല്ലും മുള്ളും കാഞ്ഞിരക്കുറ്റിയും മുള്ളും മുരടും മൂർഖൻ പാമ്പും നിറഞ്ഞ കാനന വീഥികളിലൂടെ ത്യാഗനിർഭരമായി സഞ്ചരിക്കണം. കണ്ടേ? വന്യമൃഗങ്ങളുള്ള കാനന വീഥികളിലൂടെ ത്യാഗജടിലമായി സഞ്ചരിക്കണം. അത് കഴിഞ്ഞ് ആ ക്ഷേത്രത്തിന്റെ സന്നിധാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ 18 പടി ചവിട്ടിക്കയറണം. 18ാം പടി ചവിട്ടിക്കയറണം. ആ ഇരുമുടിക്കെട്ടും ബഹുജന്മാർജിത കർമ്മവശേഷം തിരുമുൽക്കാഴ്ച നിനക്ക് വെച്ചേൻ, ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട. ആ സുഹൃത ദുഷ്കൃതങ്ങളുടെ മുഴുവൻ ഇരുമുടിക്കെട്ടും ശിരസിൽ താങ്ങിക്കൊണ്ട്, അപ്പോ ആ ഇരുമുടിക്കെട്ടും ശിരസിൽ താങ്ങിക്കൊണ്ട് വേണം 18ാം പടി കയറാൻ. എന്താ ഈ 18ാം പടി എന്ന് പറഞ്ഞാല് വളരെ വിശിഷ്ടാണ്. ആദ്യത്തെ 8 പടികൾ എന്തൊക്കെയാണെന്നറിയോ? അഷ്ടാഹങ്കാരങ്ങളുടെ 8 പടി. അഷ്ടാഹങ്കാരങ്ങളുടെ 8 പടികൾ ചവിട്ടിക്കയറണം. അപ്പൊ അഷ്ടാഹങ്കാരങ്ങൾ എത്ര ഉണ്ട്? 8. അത് ഏതൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഡംഭ, അസൂയ. ഇങ്ങനത്തെ 8 അഹങ്കാരം. ഈ 8 അഹങ്കാരങ്ങളെ 8 പടികളെ ചവിട്ടിക്കയറണം. ഇത് പരസ്പര ബന്ധിതങ്ങളാ. ഭഗവത്ഗീതയിൽ ഭഗവാൻ വിസ്തരിച്ചിട്ടുണ്ട് ഇത്.
എവിടെയാണ് ഇത്, നിങ്ങളുടെ ഉള്ളിൽ എവിടെയാണ് ഇരിക്കണമെന്നും, അതായത് ഇത് എവിടൊക്കെയാണെന്നും അതിന്റെ പ്രവർത്തനം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് നടക്കുന്നതെന്നും ഭഗവത്ഗീതയിൽ ഭഗവാൻ വളരെ സവിധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഗാൽ സഞ്ജായതേ കാമ കാമാൽ ക്രോധോഭിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യമി. ഇതാണ് ഭഗവാൻ വളരെ കൃത്യം. അതായത് ഇപ്പോ ഏതെങ്കിലും ഒരു സാധനം കിട്ടുന്നത് വരെ അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ഇതായിരിക്കും. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാലോ ഇത് പോരായിരുന്നു ഇല്ലേ? അത് സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യമി. അത് സർവനാശത്തിലേക്ക് നമ്മെ നയിക്കും. അപ്പൊ അഷ്ടാഹങ്കാരങ്ങളുടെ 8 പടി. അടുത്ത 5 പടി ഏതാ? അടുത്ത 5 പടിയാണ് പഞ്ചധർമ്മങ്ങൾ. നിങ്ങൾ കേട്ടിരിക്കും ശ്രീ മഹാഭാരതത്തിലെ പഞ്ചധർമ്മങ്ങള് ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാമെന്ന് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. It is one of the best management book available in the world. ശ്രീ മഹാഭാരതത്തിനേക്കാൾ നല്ലൊരു മാനേജ്മെന്റ് ബുക്ക് ഒരു അധ്യാപകനായ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദ മെറ്റിക്കുലസ് അനാലിസിസ് ഓഫ് യുവർ സിസ്റ്റം. ഈ പഞ്ചധർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ആവാഹിക്കാം എന്നതിന്റെ വിസ്തരിച്ചുള്ള പഠനമാണ് ശ്രീ മഹാഭാരതത്തിലുള്ളത്. അതിലെ ആദ്യത്തെ പാണ്ഡവൻ ആരാണ്? യുധിഷ്ഠിരൻ, ധർമ്മപുത്രൻ. ആ 5 പ്രോപ്പർട്ടീസാണ് ധർമ്മത്തിനുള്ളത്. അതിന്റെ പേരാണ് പഞ്ചധർമ്മം. കേട്ടിട്ടില്ലേ? അത് ഏതൊക്കെയാണെന്നറിയാം? 5 ധർമ്മങ്ങളാണ്: അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹ. അടുത്ത 5 അപ്പൊ 8 5 പഞ്ചശീലങ്ങളുടെ 5 പടികൾ ചവിട്ടിക്കയറണം. ആ പഞ്ചശീലങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? സ്നേഹം, ത്യാഗം, ദയ, ദാനം, സമാധാനം. ഈ 5 പടികൾ 13 5 18. അതായത് അഷ്ടാഹങ്കാരങ്ങളെ അതിജീവിച്ച് പഞ്ചധർമ്മങ്ങൾ അനുഷ്ഠിച്ച് പഞ്ചശീലങ്ങൾക്കുടമയായ ഒരു സാധാരണ മനുഷ്യൻ ദിവ്യ മനുഷ്യനായി പരിവർത്തനം ചെയ്യപ്പെടുകയാണ് അവിടെ. അപ്പൊ ശബരിമല തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനെ ദിവ്യ മനുഷ്യനാക്കി പരിവർത്തനം ചെയ്യുന്ന മഹത്തായ ഒരു പ്രായോഗിക പദ്ധതിയാണ് ശബരിമല തീർത്ഥാടനവും മണ്ഡലവ്രതാനുഷ്ഠാനവും, അല്ലേ? ഈ ഓരോ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള നെഗറ്റിവിറ്റീസ് എന്ന് പറയുന്ന അഹങ്കാരങ്ങളെ നിന്നും രക്ഷപ്പെട്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി ഭഗവാൻ നമുക്ക് കനിഞ്ഞു തന്നിട്ടുള്ളതാണ് ഈ മനുഷ്യജന്മം. അതായത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങോട്ട് അയച്ചിരിക്കുക. പക്ഷെ ഇവിടെ വന്നാൽ ചെയ്യുന്ന പണി എന്തൊക്കെയാ? ഇവിടെ വന്നാൽ അന്ന് തുടങ്ങും പാരയായിട്ട് പണി. ഭഗവാൻ അയച്ചതിന്റെ പർപ്പസ് വേറെ. പിന്നെയും വരിക, പിന്നെയും ഇതൊക്കെ ചെയ്യും. അപ്പോ ഇങ്ങനെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി ഭഗവാൻ നമുക്ക് കനിഞ്ഞു തന്നിട്ടുള്ള മനുഷ്യജീവിതം അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അത് മനുഷ്യന്റെ മനസ്സുകളിൽ ഊട്ടി ഉറപ്പിക്കാനാണ് ശബരിമല മണ്ഡലവ്രതാനുഷ്ഠാനം നടത്തുന്നതും. അതിന്റെ ഒരു പ്രായോഗിക പദ്ധതിയാണത്. അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ശീലിക്കുകയും ഫലിക്കുക. അല്ലാതെ ഇരുമുടിക്കെട്ടും ശിരസിൽ താങ്ങി അയ്യപ്പോ സ്വാമി എന്ന് വിളിച്ചാൽ മാത്രം പോരാ. അയ്യപ്പന്റെ തത്വങ്ങൾ എന്താണ്, 18-ാം പടിയുടെ തത്വങ്ങൾ എന്താണ്, ഇതെന്റെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവത്ഗീതയില്. അത് വായിച്ച് പഠിക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ശീലിക്കുകയും പാലിക്കുകയും വേണം. അപ്പോ ഇതാണ് നമ്മള് സന്ധ്യനേരത്ത് വിളക്ക് കൊളുത്തുമ്പോ അതിനുള്ള ഒരു ശാസ്ത്രീയതയുണ്ട്. ആ ശാസ്ത്രയുക്തി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലെ അപ്പൂപ്പൻ അമ്മുമ്മ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. വെള്ളിത്തലമുടിയുള്ള കൂട്ടർ, തല നരച്ച ഒരു കൂട്ടര്, ഇല്ലേ? നമ്മൾ അവരെ മുത്തശ്ശനെന്നും മുത്തശ്ശി എന്നൊക്കെ ആയിരുന്നു വിളിക്കുന്നത്. ഇപ്പൊ അവരൊന്നുമില്ല. അവരൊക്കെ ഡിപ്രീസിയേറ്റഡ്, ഔട്ട്ഡേറ്റഡ്, ഒബ്സലേറ്റ്. അവരെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വൃദ്ധാലയത്തിൽ തള്ളിയിരിക്കുക.
ഈ വെള്ളിത്തലമുടിയുള്ള കൂട്ടരെ നമ്മളിന്ന് വൃദ്ധാലയത്തിൽ കൊണ്ട് തള്ളിയിരിക്കുക. സമൂഹത്തിലെ ഏറ്റവും വിശിഷ്ടമായ സമ്പത്താണ്. ഒരു കുഞ്ഞിന്റെ വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന കൂട്ടരാണ് ഈ അമ്മമാര്. വ്യക്തിത്വ വികസനത്തിന് കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും മഹത്തായ ശക്തിയാണ്. ആ ശ്രേഷ്ഠ സമ്പത്തിനെയാണ് വൃദ്ധാലയങ്ങളിൽ നമ്മളെ കൊണ്ട് നടച്ചുകൂട്ടിയിരിക്കുന്നത്. അവിടെ നിന്ന് വേൽക്കുന്ന ഗുരുത്വദോഷം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നിവിടെയുള്ളത്. അങ്ങനത്തെ ഒരു കൂട്ടരുണ്ടായിരുന്നു. അവരൊക്കെ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ അപ്പൂപ്പനും അമ്മൂമ്മയെന്നൊക്കെ പറയുന്ന കൂട്ടര് രാവിലെ എഴുന്നേക്കുമ്പോ ഈ അപ്പൂപ്പൻ അമ്മൂമ്മ എന്ന് പറയുന്ന കൂട്ടർ ഞങ്ങളുടെ അടുത്തൊക്കെ പറയായിരുന്നു, മക്കൾ കട്ടിലേന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് ഇനിയെങ്കിലും ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കട്ടിലിന്മേൽ ചമ്രം പണിഞ്ഞൊന്നിരിക്കണം, കിഴക്കോട്ട് നോക്കി ഇത് ചെയ്യണം കേട്ടോ. എന്നിട്ട് കൈ ഇങ്ങനെ തുറന്നു പിടിക്കണം. കൈ തുറന്നു ക്രിസ്ത്യാനികൾക്കും പറ്റുന്ന കേട്ടോ. കൈ തുറന്നു പിടിച്ചിട്ട് കയ്യിലേക്ക് നോക്കിയിട്ട് ഒരു മന്ത്രം ചൊല്ലണം. 18 തവണ ഒരു മന്ത്രം ചൊല്ലണം. എന്താ മന്ത്രം എന്നറിയോ? അറിയില്ല? അറിയോ? കൈ ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് കയ്യിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൂപ്പനമ്മമാര് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമൂലേ സരസ്വതി, കരമധ്യേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. കേട്ടിട്ടില്ലേ? അപ്പൊ കൈ ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് കയ്യിലേക്ക് നോക്കിയിട്ട് കയ്യിലേക്ക് ശ്രദ്ധിച്ചിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമൂലേ സരസ്വതി, കരമധ്യേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. ഇങ്ങനെ 18 തവണ ചെയ്തു. ഇത് സാറി അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരത്ത് പോയി ഉറങ്ങാൻ നേരത്ത് അമ്മമ്മമാര് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കണെന്നറിയോ? ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള കാര്യമാണ്. ചടപുടമെന്ന് പോയി അങ്ങ് കിടക്കാതെ കിടക്കുന്നതിന് മുമ്പ് കട്ടിലിൽ ഒരല്പനേരം ഇരിക്കണം. എന്നിട്ട് കൈ ഇങ്ങനെ തൊഴുതു പിടിക്കണം. കൈ തൊഴുതു പിടിച്ചിരുന്നിട്ട് ധവളഗിരി ശൃംഗമൂർധാവിരമരുന്ന ധവളഭസ്മാങ്കിതനായ സാക്ഷാൽ ശ്രീ പരമേശ്വരനെയും പാർവതീദേവിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കൈ കൂപ്പിയിരുന്ന ഒരു നാമം ചൊല്ലണം. അറിയോ? ഓർത്തു വെക്കണം. ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ ഗംഭീരരാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇതിന്റെ ബാലപാഠങ്ങളാണ്. എന്താ? കരചരണകൃതം വാ കായചം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ പരാതം വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഇങ്ങനെ 18 തവണ ജപിച്ചിട്ട് മക്കൾ കിടന്നുറങ്ങിയാല് മക്കൾക്ക് രാത്രിയിൽ ദുസ്വപ്നം ഒന്നും കാണൂല, നല്ല ഉറക്കവും കിട്ടും. ഇത് ജപിച്ചിട്ട് 18 തവണ ഇങ്ങനെ കൈകൂപ്പിയിരുന്ന് ജപിച്ചിട്ട് സാക്ഷാൽ പരമേശ്വരനെയും പാർവതീദേവിയും മനസ്സിലേക്ക് ആവാഹിച്ചിട്ട് കിടന്നുറങ്ങിയാൽ ഉറക്കം കിട്ടും, ദുസ്വപ്നം കാണൂല. ഇതിനൊരു കാരണം എന്താണെന്നറിയോ? ഇതിനൊരു ശാസ്ത്രയുക്തിയുണ്ട്. എന്താ അതിന്റെ ശാസ്ത്രയുക്തി എന്നറിയോ? നമ്മുടെ ശരീരത്തിനുള്ളിൽ ഡോക്ടർ മനോജ് പറഞ്ഞതുപോലെ നമ്മുടെ നെഞ്ചും കൂടിനകത്ത് ഹാർട്ട് എന്നും പറഞ്ഞൊരു പമ്പുണ്ട്. ഒരു പമ്പ് സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ പമ്പ് സെറ്റ് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇങ്ങനെ ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് ഉറങ്ങുന്നത് അല്ലേ? അപ്പോ ഈ ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്ന് ചടപുടാന്ന് വെർട്ടിക്കൽ പൊസിഷനിലേക്ക് വരുമ്പോ ഈ പമ്പിംഗ് സിസ്റ്റം അത് 24 മണിക്കൂറും പ്രവർത്തിച്ചു. അത് ക്യാഷ്വൽ ലീവിനും ഏൺ ലീവിനും മെറ്റേണിറ്റി ലീവിനും ഒന്നും പോകുന്നില്ല. അത് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഈ പെട്ടെന്ന് ഇതിന്റെ പമ്പിങ് വെർട്ടിക്കൽ സിസ്റ്റത്തിൽ വളരെ ആയാസകരമാവും, താഴെ മുതൽ മേളുകളെ പമ്പ് ചെയ്യാൻ. അപ്പോ അതുപോലെ തന്നെ വെർട്ടിക്കൽ പൊസിഷനിൽ നിന്നും ഹൊറിസോണ്ടൽ പൊസിഷനിലേക്ക് വരുമ്പോഴും
അപ്പോ പെട്ടെന്ന് നമ്മൾ ആ ചേഞ്ച് വരുമ്പോ യുവർ പമ്പിംഗ് സിസ്റ്റം ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ദാറ്റ് ടു അഡ്ജസ്റ്റ് വിത്ത് ദ ചേഞ്ച് വാട്ട് എവർ ഹാപ്പനിങ്. അപ്പൊ അതുണ്ടാകാതിരിക്കാനാണ് ഒരു ഇൻ ബിറ്റ്വീൻ പൊസിഷനിൽ, അതായത് വെർട്ടിക്കൽ പൊസിഷനും ഹൊറിസോണ്ടൽ പൊസിഷനുള്ള ഇൻ ബിറ്റ്വീൻ പൊസിഷനിൽ കട്ടില്ല നമ്മൾ ഒരു 18 തവണ ജപിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ ഇരിക്കുമ്പോ യുവർ പമ്പിംഗ് സിസ്റ്റം വിൽ ഗെറ്റ് എ ടൈം ടു അഡ്ജസ്റ്റ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, ഈ ആയാസം ഏൽപ്പിച്ചാൽ ആ പമ്പിംഗ് സിസ്റ്റത്തിലെ വാൽവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വാൽവിന് കേട് സംഭവിക്കും. അങ്ങനെ ദിവസവും ഈ ചടപുടാന്ന് എഴുന്നേറ്റാൽ നമ്മുടെ വാൽവ് കേടുവരും. ഒരു ദിവസം രാവിലെ നായർ എഴുന്നേൽക്കുമ്പോ നായരുടെ വാൽവ് ടം, നായരാവും. ഇതുണ്ടാകാതിരിക്കാനാണ് നമ്മുടെ അപ്പൂപ്പനെന്നും അമ്മുമ്മയെന്നും പറയുന്ന, അവർക്ക് ഈ പമ്പിംഗ് സിസ്റ്റം എന്നൊന്നും പറയാൻ അറിയാമില്ല. അവര് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത് ആരോഗ്യകരമായ ശരീരവും മനസ്സുമായിട്ട് തന്റെ കൊച്ചുമക്കൾ ദീർഘകാലം ജീവിക്കട്ടെ എന്ന് ആഗ്രഹിച്ച അപ്പൂപ്പനും അമ്മുമ്മയാണ് ഇത് കൊച്ചുമക്കൾക്ക് പറഞ്ഞു. പക്ഷെ ഇന്ന് അവർ വൃദ്ധാലയത്തിലിരിക്കുക. അടുത്തത്, ഈ കട്ടിലേന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങിയാൽ ഭൂമിയിൽ കാല് വെച്ചാല്, ഭൂമിയിൽ ചവിട്ടിയാല് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കൈ തൊഴുതു പിടിച്ചിട്ട് പറയണം, ഒരു മന്ത്രം ചൊല്ലണം 3 തവണ. ഏതാ മന്ത്രം എന്നറിയോ? എന്താ മന്ത്രം എന്നറിയോ? ഇത് ഓർത്തു വെക്കണം എന്റെ കൊച്ചുമക്കളെ, നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും ഉതകുന്നതാണിത്. ഇറ്റ് ഹാസ് ഗോട്ട് സയന്റിഫിക് ബാക്കിംഗ്, ശാസ്ത്രയുക്തിയുള്ളതാ. എന്താ അതെന്നറിയോ? സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡിതേ ഹരിപ്രിയേ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. അതായത് സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡിതേ ഹരിപ്രിയേ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. അമ്മേ, എനിക്ക് അമ്മയെ ചവിട്ടാതിരിക്കാൻ നിവൃത്തിയില്ല. അമ്മയെ ഞാൻ ചവിട്ടുന്നതിന് എന്നോട് ക്ഷമിക്കുക. ഈ ഭൂമി എന്ന് പറയുന്നത് അമ്മയാണ്. നമുക്ക് സകലതും തരുന്ന അമ്മയാണ് ദേവി. ആ ദേവിയെ ഞാൻ ചവിട്ടുന്നതിന് ആദ്യം മാപ്പ് ചോദിക്കുക. അതായത് പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന സംസ്കാരമാണത്. അമ്മയെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോ അതിന്റെ അവസാനത്തെ ശ്വാസം വരെ അതിന്റെ ശരീരത്തിലെ 90 പകർന്ന് ശുദ്ധീകരിക്കാൻ കൽപ്പുറ്റ അമൃതം കൊടുത്തിട്ടാണ് ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് അയക്കുന്നത്. അമൃത കുംഭവും താങ്ങിയാണ് ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് വരുന്നത്. അമ്മിഞ്ഞ പാല് ശരീരത്തിന് ഏറ്റവും കൂടുതൽ അവന്റെ അവസാനത്തെ ശ്വാസം വരെ കെൽപ്പ് പകരുന്നതാണ് ഈ അമ്മിഞ്ഞപ്പാൽ എന്ന് പറയുന്ന അമൃതം. ആ അമൃതിന് വേണ്ടി കുഞ്ഞ് കരയുമ്പോ ഒരു കുപ്പി എടുത്ത് വായിലോട്ട് തിരികെ കൊടുക്കും. സൗന്ദര്യം പോകുമ്പോൾ അവസാനം അവൻ പ്രായമാകുമ്പോ കുപ്പി അന്വേഷിച്ച് നടക്കും. പിന്നെ അവൻ കുപ്പി അന്വേഷിച്ച് നടക്കുക. കാര്യം ആദ്യം ആരാ പിന്നെ കുപ്പി എടുത്ത് വായി തിരികെ കൊടുത്തേ? പിന്നെ അവൻ കുപ്പി അന്വേഷിച്ച് നടപ്പുകാരനാന്ന് പറയാ. അപ്പോ അമൃതിന് വേണ്ടി കരയുന്ന കുഞ്ഞിനാണ് കുപ്പി വായി തിരികെ കൊടുക്കുന്നത്. അത് ഏറ്റവും ശിക്ഷാർഹമായ കുറ്റമാണ്. ഒരമ്മ, അതായത് പ്രകൃതി, ആ പ്രകൃതിയെ സ്നേഹിക്കാനും അതിനെ ആദരിക്കാനും പഠിപ്പിക്കുന്ന ഈ പ്രകൃതി എന്നും പരിതസ്ഥിതി എന്നും പറയുന്നത് വരുന്ന തലമുറ നമുക്ക് കടം തന്നിട്ടുള്ളതാണ്. അതിനെ ദുഷിപ്പിച്ച് നശിപ്പിക്കുന്നതിന് നമുക്ക് അവകാശമില്ല. അത് വരുന്ന തലമുറയ്ക്ക് കൈമാറുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് പഠിപ്പിക്കുന്നതാണത്. ഇതാണ് ഇതിന്റെ സാമൂഹ്യ ലക്ഷ്യമെങ്കില് ഇതിനൊരു ശാസ്ത്രീയ യുക്തിയുണ്ട്, ഒരു ശാസ്ത്രയുക്തിയുണ്ട്. അതെന്താണെന്നറിയോ? ഈ പറയുന്ന ഭൂമിയില് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഉണ്ട്, ഇല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയുടെ പ്രവാഹമുണ്ട് നമ്മുടെ ഭൂമി. വൈദ്യുത കാന്ത തരംഗങ്ങള് ഈ ഭൂമിയിലുണ്ട്. ആ വൈദ്യുത പോസിറ്റീവ് എനർജിക്ക് അനുസൃതമായിട്ട് നിന്ന് നമ്മൾ കൈ തൊഴുതു പിടിക്കുമ്പോ ആ എനർജിയെ നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഭൂമിയിൽ തൊടുമ്പോ 3 തവണ ഭൂമിയിൽ തൊട്ട് വന്നിക്കണം എന്നാ പറയണത്. ആ 3 തവണ നമ്മൾ തൊടുമ്പോ
ഈ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കയറി ഇറങ്ങും. എന്നിട്ട് നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള നെഗറ്റീവ് എനർജി, ആ നെഗറ്റീവ് എനർജിയെ മുഴുവനും നമ്മൾ ഈ ഭൂമിയിലേക്ക് വിസർജിക്കും. ശരീരത്തിൽ എക്സ്ക്രീഷൻ ടെൻഡൻസി ഉള്ള സമയമാണ് മോർണിംഗ് ടൈം. പ്രഭാതത്തിന്റെ സമയം എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന് എക്സ്ക്രീഷൻ ടെൻഡൻസി ഉള്ള സമയമാണ്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള നെഗറ്റിവിറ്റിയെ മുഴുവനും ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. ദെൻ പോസിറ്റിവിറ്റി ഇവിടേക്ക് അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇത് 3 തവണ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ നാഡീ ഞരമ്പുകളെ അത് സമ്പുഷ്ടമാക്കും. The charm will sparkle on the faces of the people who are doing it every day. ആ സിസ്റ്റം വൈറ്റലൈസ് ചെയ്യുന്നതിനാണ്. That will make you dynamic. അപ്പോ ഇതിന്റെ ശാസ്ത്രയുക്തി നമ്മുടെ ശരീരത്തിലെ പോസിറ്റീവ് എനർജി ചാർജ് ചെയ്യുന്ന സിസ്റ്റം വൈറ്റലൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് സമുദ്രവസരേ ദേവി പർവ്വതസ്ഥന മണ്ഡിതേ. അങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും കൽപ്പുറ്റ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതാണ് ഈ പറയുന്ന നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിട്ടവട്ടങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ. നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വ്യക്തിത്വ വികസനത്തിനുള്ള മൂലക്കല്ലുകള് കുടുംബത്തിലെ അന്തരീക്ഷം വേണം പകർന്നു നൽകേണ്ടത്. അതുകൊണ്ടാണ് കുടുംബാന്തരീക്ഷത്തിൽ അച്ഛനമ്മമാര് കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ചൊട്ടയിലെ ശീലം ചൊടല വരെ, ശീലിച്ചത് പാലിക്കൂ, കൊച്ചിക്ക് പഠിച്ചത് പോയിക്ക് പാടൂ. The basic attitude of the person cannot be changed unless and until there is a conscious effort. ഒരു ബോധം. അതുകൊണ്ട് വളരെ കുഞ്ഞിലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളിൽ അവരുടെ ബേസിക് ആറ്റിറ്റ്യൂഡില് ഇതൊക്കെ പകർന്നു നൽകുവാനുള്ള ഒരു കുടുംബ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കണം. അപ്പോ അതിനാല് നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവരുടെ ശാസ്ത്രയുക്തിയെയും സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി ബോധവൽക്കരിക്കുകയും അതവർ നിത്യജീവിതത്തിൽ ശീലിക്കുകയും പാലിക്കുകയും ചെയ്താൽ നമ്മുടെ സമൂഹത്തിന് ഉപയോഗമുള്ള ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ ആരോഗ്യമുള്ള ഉത്തമ പൗരന്മാരെ നമുക്കിവിടെ സൃഷ്ടിക്കാനാവും. അതിനുവേണ്ടി നമ്മുടെ മതഗ്രന്ഥങ്ങള്, അത് ബൈബിളായാലും ഭഗവത്ഗീതയായാലും രാമായണമായാലും, അത് നമ്മുടെ വീട്ടിൽ വായിക്കണം. അതിന്റെ ശാസ്ത്രീയതയെക്കുറിച്ച് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രോജ്വലമായ നമ്മുടെ സാംസ്കാരിക സമ്പത്ത് കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് കടപുഴകാതെ അത് തലമുറകളിലേക്ക് കൈമാറാൻ ഉതകുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ പഠന കളരികൾ കൂടിയാകണം നായർ സമുദായ സംഘടനകൾ. നായർപ്പടയുടെ പടഹധ്വനികൾ ഇന്നും പ്രകമ്പനം കൊള്ളുന്ന നമ്മുടെ മാതൃഭൂമിയുടെ മണ്ണിൽ അവഗണനയുടെയും അവജ്ഞയുടെയും അവഹേളനത്തിന്റെയും കഠാരക്കുത്തുകളേറ്റ് നായർ സമുദായം നശിക്കാതിരിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ത്രിദോഷങ്ങളിൽ നിന്നും നാം ഏറ്റവും പ്രധാനമാണ് അനൈക്യം, അലസത, ധൂർത്ത്. ഈ ത്രിദോഷങ്ങളിൽ നിന്നും മോചനം നേടുവാൻ ആ നായർ പടയുടെ പടഹധ്വനികൾ ഇന്നും പ്രകമ്പനം കൊള്ളുന്ന നമ്മുടെ മാതൃഭൂമിയുടെ മണ്ണില് ഈ ത്രിദോഷങ്ങളുടെ കഠാരക്കുത്തുകളേറ്റ് നായർ സമുദായം നശിക്കാതിരിക്കണമെങ്കിൽ നാം ഇനിയെങ്കിലും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടേ മതിയാവൂ. നമ്മുടെ മാതൃസമുദായത്തിന്റെ ഗതകാല മഹിമ വീണ്ടെടുക്കുന്നതിനും ക്രമാനുഗതമായ കൂട്ടായ പ്രവർത്തനത്തിലൂടെ സമുദായ ശരീരത്തിനൊരു പുതുവീര്യം പ്രദാനം ചെയ്ത് അതിനെ വീണ്ടും പ്രഭാപൂരമാക്കുന്നതിനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊക്കെ NSSന്റെ കൊടിക്കീഴിൽ അണിനിരക്കണമെന്നും ഈ ഉദാത്തമായ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അവരൊരുക്കുന്ന കർമ്മപദ്ധതികൾ ഒരു വമ്പിച്ച വിജയമാക്കി തീർക്കുവാൻ കർമ്മവേദിയിലേക്ക് ഇറങ്ങണമെന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആഹ്വാനം ചെയ്യുന്നതിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. TNSS സൗത്ത് ചെന്നൈ കരയോഗത്തിന്റെ വിജയവീഥിയിൽ എന്റെ ആശംസകളുടെ പുഷ്പതലങ്ങൾ സവിനയം സമർപ്പിക്കുന്നു. എന്നെ ഇത്രയും നേരം ശ്രദ്ധിക്കുവാൻ സന്മനസ്സു കാണിച്ച നിങ്ങൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. നിർത്തുന്നതിന് മുമ്പ് ഒരു വാക്ക് അതിതാണ്. ഇപ്പൊ ഞാൻ പറയുന്നു, ഇനി വന്നാ ഇനിയും പറയും, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിതാണ്, അതിതാണ്, അതിതാണ്. ചട്ടമ്പി സ്വാമിതൻ പേര് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം. മന്നം എന്ന പേർ കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. നന്ദി, നമസ്കാരം.
വളരെ ദീർഘമായ ഒരു പ്രഭാഷണം കാഴ്ചവെച്ച പ്രൊഫസർ ജയകുമാറിന് നന്ദി. അടുത്തതായി നന്ദി പ്രകടനത്തിനായി ആഘോഷ കമ്മിറ്റി കൺവീനർ ശ്രീ MGS പണിക്കരെ ക്ഷണിക്കുന്നു. സൗത്ത് ചെന്നൈ കരയോഗത്തിൻ്റെ 21ാമത് ഓണാഘോഷ പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികൾക്കും മാന്യ വ്യക്തികൾക്കും കരയോഗത്തിൻ്റെ ഭാരവാഹികളുടെയും എൻ്റെയും അകമഴിഞ്ഞ നമ്മുടെ ഇന്നത്തെ മുഖ്യപ്രഭാഷകനായി എത്തിയിട്ടുള്ള പ്രൊഫസർ പറമ്പിൽ ജയകുമാർ 26 വർഷം മുംബൈയിൽ താമസിച്ചിട്ടും കേരള പാരമ്പര്യവും സംസ്കാരവും ഭാഷാജ്ഞാനവും ഒത്തിണങ്ങിയ ലളിത ജീവിതം നയിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. മഹാരാഷ്ട്ര സ്റ്റേറ്റ് കേന്ദ്രീയ NSSൻ്റെ മുൻകാല ജനറൽ സെക്രട്ടറി ആയിരുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നമ്മുടെ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യത്തെ വീണ്ടും നമ്മളെ ബോധവാന്മാരാക്കിയ അദ്ദേഹത്തിന് കരയോഗത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു.